ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാറിന്റെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സാർ, എൻ്റെ പേര് ദൃശ്യ എന്നാണ്. എൻ്റെ വീട് മലപ്പുറം മഞ്ചേരിയിലാണ്. അപ്പൊ ഞാനിപ്പോൾ താമസിക്കുന്ന തൃശ്ശൂരാണ്. അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര്, ഞങ്ങൾ ഒത്തിരി പേര്, ഞങ്ങൾ അധികവും ഇങ്ങോട്ട് വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് പേരുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേര കാലഘട്ടങ്ങളിൽ നമുക്ക് KSRTC സ്റ്റാൻഡിൽ, അതായത് കച്ചേരിപ്പടി സ്റ്റാൻഡ് ആണല്ലോ ഇവർ പറയുന്നത്, ഈ രാത്രി സമയങ്ങളിൽ സ്റ്റാൻഡിൽ ബസ് കയറാറില്ല. അതായത് പഴയ സ്റ്റാൻഡിൽ വന്ന് ഓജസ് ബേക്കറിന്റെ മുമ്പിലാണ് നമ്മളെല്ലായിടത്തും കണ്ടക്ടർ നിൽക്കാൻ പറയാറ്. അപ്പോൾ ബസ്സുകൾ അധികം ലേറ്റ് ആവാറുണ്ട്. ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറിന്റെ അടുത്ത് വരെ ലേറ്റ് ആയ സമയങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇരിക്കാൻ പോലുള്ള ഒരു സ്പേസ് എവിടെ ഈ പഴയ സ്റ്റാൻഡിൽ കിട്ടാറില്ല. കാരണം നമ്മൾ അത്രയും നേരം അവിടെ നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ കച്ചേരിപ്പടി സ്റ്റാൻഡിലാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ വൈകുന്നേര കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ബസ് ഈ കച്ചേരിപ്പടി സ്റ്റാൻഡിൽ പഴയ സ്റ്റാൻഡിൽ വന്നിട്ട് കച്ചേരിപ്പടി സ്റ്റാൻഡ് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരം അറിഞ്ഞിരിക്കാൻ പറ്റും. കാരണം വയസ്സായ ആളുകളും കുഞ്ഞുങ്ങളുള്ളവരും ഒക്കെ അങ്ങനെ ഒരുപാട് ടൈം നമുക്ക് നിൽക്കാൻ പറ്റും. കാരണം നിൽക്കുകയാണ്, കാരണം ഇരിക്കാൻ പറ്റുന്നേ ഇല്ല. നമുക്ക് അവിടെ ഒരു സ്പേസ് ഇല്ലല്ലോ. അവിടെ ഒരു ബാക്കറിന്റെ മുമ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്. വൈകുന്നേര സമയങ്ങളിൽ ഈ കച്ചേരിപ്പടി സ്റ്റാൻഡിൽ ബസ് കയറണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരം അറിഞ്ഞു. കാരണം ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ അധികം ആളുകൾക്കും KSRTC സ്റ്റാൻഡ്, അതായത് കച്ചേരിപ്പടി സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി ഇറങ്ങുന്നത് പോലും അറിയില്ല, പകൽ സമയങ്ങളിൽ പോലും. കാരണം എൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇന്ന് നാട്ടിൽ പോവാ, ഇന്ന സമയത്ത് ബസ് എന്ന് പറയുമ്പോൾ അവർ പറയും ഈ സമയത്തൊക്കെ അങ്ങോട്ട് ബസ് ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളാണ് ഇപ്പോഴും. അതായത് മഞ്ചേരി ഒരിക്കലും ഒരു KSRTC എന്നുള്ള രീതിയിൽ അങ്ങ് എന്താ പറയാ അങ്ങ് എല്ലാവരും അറിയപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ അറിയപ്പെടുന്നില്ല. എല്ലാവരും പ്രൈവറ്റ് ബസ്സുകളെ തന്നെയാണ് അവിടെ ആശ്രയിക്കുന്നത് ഇപ്പോഴും. അതായത് ഇതുണ്ട്, KSRTC ഉണ്ടെന്ന് പോലും അത് സത്യം പറഞ്ഞ ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ പറ്റുമെങ്കിൽ സാറ് വൈകുന്നേര സമയങ്ങളിൽ കച്ചേരിപ്പടി സ്റ്റാൻഡിൽ ബസ് കയറി ഇറങ്ങാനുള്ള ഒരു രീതിയിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഉപകാരമായിരുന്നു. അതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളായപ്പോലും ഇത്തിരി ടൈമൊക്കെ ലേറ്റ് ചെയ്യുമ്പോൾ, അധികം ബസ്സുകൾ രാത്രി വരുന്നത് ഒക്കെ ലേറ്റ് ആയിട്ടാണ് വരാറ്. അപ്പൊ ആ സമയങ്ങൾ, കാരണം അത്രയും ദൂരത്ത് നിന്ന് വരുന്ന ബസ്സുകളല്ലേ. അപ്പൊ അത്രയും നേരം നമ്മൾ ഈ പുറത്ത് എങ്ങനെ, കാരണം നമ്മൾ രാത്രി സമയങ്ങളാകുമ്പോൾ നമ്മുടെ കൂടെ വേറൊരാളും കൂടെ വരും. അപ്പൊ അവരും അതേപോലെ നിൽക്കുകയാണ്. അപ്പൊ ഒത്തിരി സമയം നിൽക്കുന്നത് കൊണ്ട് കച്ചേരിപ്പടി സ്റ്റാൻഡ് വഴി വൈകുന്നേര സമയങ്ങൾ ആ ബസ് കയറി ഇറങ്ങുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പറ്റുമെങ്കിൽ സാർ അതൊന്ന് സാധിച്ചു തരാം. താങ്ക് യു സാർ.